ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഇനി മുതലുള്ള വീഡിയോസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഒരുപാട് ലെങ്ത്ത് ഓവറായിട്ട് പോകേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ റോബർട്ട് ഹുക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷ്ണത്തെ നിരീക്ഷിക്കുകയും അടുക്കി വെച്ചിട്ടുള്ള പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ, അവ ഒന്നല്ല 1000 എണ്ണം, അറകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം സെല്ലുകൾ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ കോർക്കിലൂടെയാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അപ്പോൾ കോർക്കിൽ അടുക്കി വെച്ചിട്ടുള്ള പെട്ടികൾ പോലുള്ള ഭാഗങ്ങളെ അദ്ദേഹം എന്ത് വിളിച്ചു? അറകൾ എന്ന അർത്ഥത്തിൽ അവയെ സെല്ലുകൾ എന്ന് വിളിച്ചു. അതാണ് കോശങ്ങൾ. അപ്പോൾ റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശം കണ്ടെത്തിയത്. ഓക്കെ, കോശത്തെ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നിരീക്ഷിച്ചത് ആരാണ്? ആദ്യം റോബർട്ട് ഹുക്കാണ്. ഇനി അടുത്തത് നോക്കിക്കേ, ലിവൻ ഹോക്കാണ്. ലിവൻ ഹോക്ക് എന്ന് പറയുന്നത് ആൻഡവാൻ ലിവൻ ഹോക്കാണ്. ആരാണ്? ആൻഡവാൻ ലിവൻ ഹോക്കാണ്. കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മ ജീവികളെ കണ്ടെത്തുകയും ചെയ്യും. അപ്പം നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം, സൂക്ഷ്മജീവികളെ, അതായത് ജീവനുള്ള കോശങ്ങളെ ആദ്യമായി തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ലിവൻ ഹോക്കാണ്. ഓക്കെ, ജീവനുള്ള കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആരാണ്? ലിവൻ ഹോക്കാണ്. എന്നാൽ റോബർട്ട് ഹുക്ക് കോശത്തെ ആദ്യം നിരീക്ഷിച്ചത്. ഓക്കെ, അപ്പോൾ കോശത്തെ കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC ഒരുപാട് തവണ ചോദിച്ചതാണ് റോബർട്ട് ഹുക്ക്. ദെൻ ജീവനുള്ള കോശത്തെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ലിവൻ ഹോക്കാണ്. അപ്പോൾ കോശങ്ങളെ കുറിച്ചിട്ടുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി. ഇനി നമുക്ക് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടാം, അതിൽ കണ്ടെത്തലുകളും. ഫസ്റ്റ് തന്നെ 1838, 1839 ഈ 2 വർഷം അടുപ്പിച്ചിട്ടാണ് വന്നത്. കണ്ടില്ലേ, 1838. 1838 മത്തിയാസ് ജേക്കബ് ശ്രീഡൻ എന്ന ശാസ്ത്രജ്ഞൻ എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അതായത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് പ്രീവിയസ് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. മത്തിയാസ് ജേക്കബ് ശ്രീഡൻ ആണ്, അഥവാ നമ്മുടെ MJ ശ്രീഡൻ. ഓക്കെ, മത്തിയാസ് ജേക്കബ് ശ്രീഡൻ അഥവാ MJ ശ്രീഡൻ ആണ് 1838. 1838 ശേഷം പിറ്റത്തെ വർഷം തന്നെ 1839 നമ്മുടെ തിയാൻഡർ ഷോൻ എന്ത് കണ്ടെത്തി? എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അഥവാ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? തിയാൻഡർ ഷോന് 1839. ഇനി 1855 റുഡോൾഫ് വിർഷു ആണ് അദ്ദേഹം കണ്ടെത്തിയത് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചു. ഓക്കെ, എന്താ കണ്ടെത്തിയത്? നിലവിലുള്ള ഒരു കോശത്തിൽ നിന്നാണ് ഒരു പുതിയ കോശം ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ച വ്യക്തിയാണ് റുഡോൾഫ് വിർഷു. അതായത് ഒരു മാതൃകോശത്തിൽ നിന്നാണ് പുതിയൊരു കോശം ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ റുഡോൾഫ് വിർഷു ആണ് 1855, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കോശ സിദ്ധാന്തം ആണ് പറയുന്നത്. ഓക്കെ, സെൽ തിയറിയിലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ ശാസ്ത്രജ്ഞരുടെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് നമ്മുടെ കോശ സിദ്ധാന്തം. അപ്പോൾ കോശ സിദ്ധാന്തമാണ് കോശവിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കോശ സിദ്ധാന്തമാണ് എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഓക്കെ, എന്താ പറയുന്നത്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. ഇമ്പോർട്ടൻ്റ് ആണ്, ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ജീവജാലങ്ങളെല്ലാം. അതുപോലെ തന്നെ ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കോശമാണ്. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഇനി മൈക്രോസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ലെൻസുകളാണ്. എന്താണ്? മൈക്രോസ്കോപ്പിലൂടെ വസ്തുക്കളെ വലുതാക്കാൻ സഹായിക്കുന്നത് ആരാണ്? ലെൻസുകളാണ് എന്നുള്ള കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അടുത്തത്, മതിയായ പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള 2 ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? മനുഷ്യനേത്രത്തിന് എന്ത് ചെയ്യും? 0.2 മില്ലിമീറ്റർ അകലെയുള്ള 2 ബിന്ദുക്കളെ തിരിച്ചറിയാൻ കഴിയും.
ഇതാണ് കണ്ണിൻ്റെ എന്തെന്ന് പറയുന്നത്, റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിൻ്റെ റെസല്യൂഷൻ പറയുന്നത് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ വേർതിരിച്ചറിയാൻ കഴിയുന്ന കണ്ണിൻ്റെ ആ ഒരു സവിശേഷതയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അത് 0.2 മില്ലിമീറ്റർ അകലെയാണ്. ഓക്കെ, അപ്പോൾ 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള വസ്തുക്കളെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല നമ്മുടെ നേത്രങ്ങൾ കൊണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ആവശ്യമാണ്, മൈക്രോസ്കോപ്പുകളുടെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് എന്ത് പറയുന്നത്, 10 മടങ്ങ് വലുപ്പത്തിൽ കാണാമെന്ന് പറയണം. ഓക്കെ, അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നതാണ് ഒറ്റ ലെൻസ് മാത്രമാണ് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഉണ്ടായിരിക്കും, സിമ്പിളായിട്ട് ഒറ്റ ഒന്ന് മാത്രം. അതിൽ നമുക്ക് വസ്തുക്കളെ 10 മടങ്ങ് വരെ കാണാൻ കഴിയും. ഓക്കെ, 10 മടങ്ങ് വരെ കാണാൻ കഴിയുന്നത് ഏതിലാണ്, സിമ്പിൾ മൈക്രോസ്കോപ്പിലാണെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ ഒറ്റ ലെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നതിൽ ഒന്നിലധികം ലെൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ കോമ്പൗണ്ട് എന്ന പദം തന്നെ അവിടെ വന്നത് അല്ലേ, ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നതാണ്. അവിടെ നമുക്ക് 1000 മടങ്ങ് വരെ വലുപ്പത്തിൽ കാണാം. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് എത്ര കാണാം, 1000 മടങ്ങ് വലുപ്പത്തിൽ കാണാം. ഇതിൽ ഒരുപാട് മൈക്രോസ്കോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സിമ്പിളിലാണെങ്കിൽ 10 മടങ്ങ് വലുപ്പത്തിലാണ് വസ്തുക്കളെ കാണാൻ കഴിയുന്നത്. ഇനി അതിൻ്റെ പിക്ചർ കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, മൈക്രോസ്കോപ്പിൽ എവിടെയാണ് സ്ലൈഡ് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സ്റ്റേജ് ആണ്. എവിടെയാണ്, സ്റ്റേജിലാണ് വെക്കുന്നത് മൈക്രോസ്കോപ്പിൽ സ്ലൈഡ്. സ്ലൈഡിലെ പ്രകാശത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്നത് മിററാണ് അഥവാ ദർപ്പണമാണ്. എന്തിനു സഹായിക്കുന്നത്, പ്രകാശത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ദർപ്പണമാണ്. ഇനി ഏതെല്ലാം ലെൻസുകളാണ് നമ്മുടെ മൈക്രോസ്കോപ്പിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളത് ഐ പീസ് ലെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. ഓക്കെ, 2 ലെൻസുകളാണുള്ളത്. ഐ പീസ് ലെൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. അവിടെ സ്ലൈഡ് വെക്കുന്നത് സ്റ്റേജിലാണ്. അതുപോലെ സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്നത് മൈക്രോസ്കോപ്പിന്റെ ദർപ്പണമാണ് എന്നുള്ളതും ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതൊരു പിക്ചറാണ്, അതിൽ പറയുന്നുണ്ട്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എന്നാലും മനസ്സിലാക്കി വെക്കുക. ഐ പീസ്, ബോഡി ട്യൂബ്, കോഴ്സ് അഡ്ജസ്റ്റന്റ് നോബ്, ഫൈൻ അഡ്ജസ്റ്റന്റ് നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, അപ്പർച്ചർ, സ്റ്റേജ്, കണ്ടൻസർ, മിറർ, ബേസ്. ഇനി ആവർത്തന ശേഷിയാണ്, അതായത് മാഗ്നിഫിക്കേഷൻ പവർ ആണ്. അതായത് വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവാണ് അതിൻ്റെ ആവർത്തന ശേഷി. എന്താണ്, വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അതായത് നിരീക്ഷണ വസ്തുവിനെ ഐ പീസ് ലെൻസ് 10 ഇരട്ടി വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി പറയുന്നത് 400 ഇരട്ടിയായിരിക്കും എന്നുള്ളതാണ്. അതായത് ഐ പീസ് ലെൻസിൽ എന്താണോ തന്നിരിക്കുന്നത് ഇൻറ്റു ദെൻ നമ്മുടെ ഇരട്ടി എത്രയാണോ തന്നത് അത് ഇൻറ്റു ഒബ്ജക്റ്റീവ് ലെൻസിലെ ഇരട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 10 മടങ്ങാണ് ഇൻറ്റു 40 മടങ്ങാണ് ഒബ്ജക്റ്റീവ് ലെൻസിൽ. അപ്പം നമുക്ക് 400 മടങ്ങാണ് അതിൻ്റെ ആവർത്തന ശേഷി എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്തത് പറയുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളുമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയേണ്ടത് ദർപ്പണമാണ്. ദർപ്പണം എന്ന് പറയുന്നത് പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് ദർപ്പണം അഥവാ മിററാണ്. ഇനി കണ്ടൻസർ ഉണ്ട്. എന്താണ് കണ്ടൻസർ ചെയ്യുന്നത് നോക്കാം. അതായത് ദർപ്പണത്തിലെ പ്രകാശത്തെ സ്ലൈഡിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയാണ് ആര് ചെയ്യുന്നത്, കണ്ടൻസർ ചെയ്യുന്നത്. ഓക്കെ, ദർപ്പണത്തിൽ നിന്നുണ്ടാവുന്ന പ്രകാശത്തെ സ്ലൈഡിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് കണ്ടൻസർ ആണ്. ദെൻ സ്റ്റേജ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ലൈഡ് വെക്കുന്ന പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേജ് ക്ലിപ്സ് ഉണ്ട്. സ്റ്റേജ് ക്ലിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നതാണ് സ്റ്റേജ് ക്ലിപ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് വസ്തുവിനെ വ്യത്യസ്ത വലുപ്പത്തിൽ കാണിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 നോബുകളുണ്ട്, കോഴ്സ് നോബുണ്ട്, ഫൈൻ നോബുണ്ട്. അപ്പോൾ കോഴ്സ് എന്ന് പറയുന്നത് സ്റ്റേജിനെ മുകളിലേക്കും താഴേക്കും നീക്കി സ്ലൈഡിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, എന്തിനെ ഫോക്കസ് ചെയ്യാനാണ്, സ്ലൈഡിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ ഉപയോഗിക്കുന്നത്, കോഴ്സിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്റ്റേജിനെ മുകളിലേക്കും താഴേക്കും നീക്കി സ്ലൈഡിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത്. അടുത്തത് ഫൈൻ നോബ് എന്ന് പറയുന്നത് ഫൈനായിട്ട്, അതായത് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നതാണ് ഇത് പറയുന്നത് ഫൈൻ നോബ് എന്ന് പറയുന്നത്. രണ്ടും ഫോക്കസിന് വേണ്ടിയിട്ടാണ്. കോഴ്സ്
നോബ് എന്ന് പറയുന്നത് സ്റ്റേജിന് മുകളിലേക്കും താഴേക്കും നീക്കി സ്ലൈഡിനെ ഫോക്കസ് ചെയ്യാനും, ഫൈൻ നോബ് എന്ന് പറയുന്നത് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നതാണ്. അടുത്തത് ബോഡി ട്യൂബാണ്. ബോഡി ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഐപീസ് ലെൻസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും അകലം ക്രമീകരിക്കാൻ സഹായിക്കുന്നതാണ് ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഐപീസ് ലെൻസിനെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ അകലം ക്രമീകരിക്കാൻ ബോഡി ട്യൂബ്. ദെൻ ഐപീസ് ലെൻസാണ് സ്ലൈഡിനെ വസ്തുവിനെ വലുതാക്കി കാണിക്കാനാണ് നമ്മുടെ ഐപീസ് ലെൻസ് സഹായിക്കുന്നത്. അപ്പോൾ ഐപീസ് ലെൻസ് സ്ലൈഡിൽ വസ്തുവിനെ വലുതാക്കി കാണിക്കാനും, ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് വസ്തുവിനെ വ്യത്യസ്ത വലുപ്പത്തിൽ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ പറയുന്നുണ്ട്, സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. നോക്കിയേ, 1 ദശലക്ഷം മടങ്ങിലധികം വലുപ്പത്തിൽ വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അവിടെ നമുക്ക് ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് നമ്മളെ സഹായിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് സഹായിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലി അഥവാ ഇലക്ട്രോൺ ബീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സാധാ മൈക്രോസ്കോപ്പിലൊക്കെ പ്രകാശത്തെ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ പ്രകാശത്തിന് പകരമായിട്ട് ഇലക്ട്രോൺ കിരണാവലി അഥവാ ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് നമ്മൾ ഉപയോഗത്തിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ജർമ്മൻകാരനായിട്ടുള്ള ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ കൂടിയിട്ടാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് എന്നാണ് 1934. ആരൊക്കെയാണ് കണ്ടുപിടിച്ചത്? ജർമ്മൻകാരായിട്ടുള്ള ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ കൂടിയിട്ടാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പിലുള്ള പോലെയല്ല ഇവിടെ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാനായിട്ട് ഇലക്ട്രോ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. എന്താ ഉപയോഗിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. വിവിധ തരം ആവശ്യങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കണ്ടെത്തിയിട്ടുള്ള ചുവന്ന രക്താണു, COVID-19 വൈറസ്, പൂമ്പൊടിയുടെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അപ്പോൾ 2 സവിശേഷതകളാണ് നോക്കുന്നത്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ. അതിന്റെ പ്രകാശത്തിന്റെ ആവശ്യകത ഉള്ളത് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എന്താ ആവശ്യമുണ്ട്? പ്രകാശത്തിന്റെ ആവശ്യകത ഉണ്ട്. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോൺ ബീം. ഓക്കെ, ഇലക്ട്രോൺ കിരണാവലി എന്ന് പറയുന്ന ഇലക്ട്രോൺ ബീമാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. ഇനി ആവർത്തന ശേഷി 1000 മടങ്ങാണ് സാധാരണ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ അത് ദശലക്ഷം മടങ്ങാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലെൻസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് ലെൻസിന് വരായിട്ട് ഉപയോഗിക്കുന്നത്.